കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ നടുറോഡിൽ വെടിവെച്ചു കൊന്നു പോലീസ് കോൺസ്റ്റബിൾ. ഡൽഹി പോലീസ് കോൺസ്റ്റബിളായ മനീഷ് ഭാട്ടിയാണ് ഭാര്യ പ്രിയങ്കയെ കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെയുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകം. കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി ഡൽഹി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് തലസ്ഥാന നഗരിയെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറുന്നത്. നീണ്ട നാളായി മനീഷ് ഭാട്ടിയും ഭാര്യ പ്രിയങ്കയും തമ്മിൽ കടുത്ത ദാമ്പത്യ കലഹങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. ഞായറാഴ്ചയും വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ കടുത്ത വഴക്കുണ്ടായി. ഇതിനുശേഷമാണ് ഇരുവരും ഒന്നിച്ച് സ്കൂട്ടറിൽ പുറത്തേക്ക് പോയത്. എന്നാൽ യാത്രയിലുടനീളം ഇവർ തമ്മിലുള്ള വാക്കേറ്റം തുടർന്നു. കല്യാൺപുരിക്ക് സമീപം എത്തിയപ്പോൾ തർക്കം അതിരൂക്ഷമായി. തുടർന്ന് മനീഷ് ഭാട്ടി സ്കൂട്ടർ റോഡരിയിൽ നിർത്തി. ഈ സമയം അത്രയും ഇരുവരും തമ്മിൽ തെരുവിൽ വെച്ച് രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെടുന്നത് പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലുണ്ട്. വാക്കുതർക്കം മൂർച്ഛിച്ചതോടെ പ്രകോപിതനായ മനീഷ് ഭാട്ടി തന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് പുറത്തെടുത്ത് പ്രിയങ്കയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ് ചോര വാർന്ന് പ്രിയങ്ക റോഡിലേക്ക് വീണതോടെ മനീഷ് സംഭവസ്ഥലത്തുനിന്ന് സ്കൂട്ടറിൽ അതിവേഗം കടന്നുകളഞ്ഞു. വഴിയാത്രക്കാർ പ്രിയങ്കയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി തെഫ്റ്റ് സ്ക്വാഡിൽ ജോലി ചെയ്യുന്ന കോൺസ്റ്റബിളാണ് പ്രതിയായ മനീഷ് ഭാട്ടി. പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ള വഴികളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ സാഹചര്യം കണ്ടെത്താനായി ദമ്പതികളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും ഒളിവിൽ പോയ മനീഷിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.